ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻഫോ ഡ്രോപ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മളെങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിലേക്ക്, അതുപോലെ അതിൻ്റെ തമ്പനെയിൽ ടാഗ് അതൊക്കെ എങ്ങനെ YT സ്റ്റുഡിയോയിൽ എങ്ങനെ കൊടുക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലുള്ള ആ ഒരു ID തന്നെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കണം. ശേഷം ഇതാ ഇതിൽ കാണുന്ന പോലെ ഈ ഒരു പ്ലസ് എന്നുള്ളൊരു ചിഹ്നം അവിടെ കാണാം, അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നം അവിടെ കാണും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോ ആണോ വേണ്ടത് എന്നുള്ളത് നമ്മുടെ മൊബൈൽ ഗാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈറ്റിൽ എന്നുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അവിടെ നമ്മളുടെ താൽക്കാലികമായിട്ട് ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. അത് 100% ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വീഡിയോ ആയത് കാരണമാണ് ഞാനിപ്പോൾ ഡിലീറ്റ് അപ്ലോഡ് എന്നുള്ളത് നോക്കിയത്. ശേഷം നമ്മൾ YT സ്റ്റുഡിയോ ഓൺ ആക്കുക. YT സ്റ്റുഡിയോ ഓൺ ആക്കിയാൽ നമുക്കത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഡിയോ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓൾറെഡി ഞാൻ കയറ്റിയിട്ടുള്ള വീഡിയോ ആണ്, അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആ ഒരു വീഡിയോൻ്റെ മേലിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് YT സ്റ്റുഡിയോ തുറന്നാലുള്ള കിട്ടുന്ന ഒരു ഹോം പേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ മേലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതവിടെ ബേസിക് ഇൻഫോ എന്നുള്ളിടത്ത് നമ്മൾ ഹെഡിങ് ഒക്കെ മാറ്റി കൊടുക്കുക. നമ്മൾ എന്താണ് നമ്മുടെ വീഡിയോക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ, അപ്പോൾ അവിടെ 100 വേർഡ്സിൽ ഒതുക്കണം നമ്മളുള്ള ആ ടൈറ്റിൽ. അപ്പോൾ ആ ടൈറ്റിൽ നമ്മൾ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഹോം മെയ്ഡ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വിത്തൗട്ട് ഓവൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾക്ക് ചില ആളുകൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. പിന്നെ ഇതവിടെ പ്രൈവറ്റ് എന്നുള്ളിടത്ത് നിൽക്കുമ്പോൾ ഇവിടെ പ്രൈവറ്റ്, പബ്ലിക്, അൺലിസ്റ്റഡ്, ഷെഡ്യൂൾഡ് ഇങ്ങനെ 3-4 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീഡിയോ അപ്ലോഡിൽ ഇട്ടു, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത ശേഷം അത് ഏത് സമയത്ത് ഏതൊരു ഡേറ്റിനാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്താൽ ആ ഒരു സമയമാകുമ്പോൾ അതങ്ങോട്ട് വീഡിയോ പബ്ലിക്കായിട്ട് മാറിക്കോളും. അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ളത് പബ്ലിക് എന്ന് ചെയ്താൽ മതി. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പബ്ലിക് എന്നുള്ള സ്ഥലത്ത് പ്രൈവറ്റ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ടാഗ് കൊടുക്കലും ടൈറ്റിലും അതുപോലെ തമ്പനെയിൽ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ പബ്ലിക് എന്നാക്കിയാൽ അത് ആൾക്കാർക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാവും. പിന്നെ ഇവിടെ പബ്ലിക് ആക്കിയതിന് ശേഷം പിന്നെ താഴെയുള്ളത് സെലക്ട് ഓഡിയൻസ്, അത് നമ്മൾ ചെയ്യണം എന്നില്ല. പിന്നുള്ളതാണ് നമ്മളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ കേക്ക് എന്ന് പറഞ്ഞ ഹോം ടേസ്റ്റ് റെസിപ്പീസ് ഇത്രയും 2 പ്ലേലിസ്റ്റിലേക്കാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ടാക്കാനും ഇവിടുന്ന് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇൻഫോയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ തമ്പനെയിൽ സെറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഓൾറെഡി മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലാണെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ മോണിറ്റൈസേഷൻ ഉണ്ട്. അത് അവിടെ പോയിട്ട് ഇതെല്ലാം അവിടെ എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ സേവ് എന്നടിക്കുക. അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മൾ മോണിറ്റൈസേഷൻ എനാബിൾ ചെയ്യണം. പിന്നെ ഇതുള്ളത് ഗോ ടു വീഡിയോ അനലിറ്റിക്സ്. ഇതിൽ ഓരോ കാര്യങ്ങളുണ്ട്: ഓവർവ്യൂ, റവന്യൂ, ഡിസ്കവറി, ഓഡിയൻസ്, ഇൻട്രാക്റ്റീവ് കണ്ടന്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്രത്തോളം ഏതൊക്കെ ഓഡിയൻസ് കാണുന്നത്, പിന്നെ നമ്മുടെ കമൻസ്, അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ ഇവിടെ താഴെ നമുക്കുള്ള കമൻസൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ വ്യൂമർ എന്ന് പറഞ്ഞാൽ മൊത്തം കമൻസ് നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമൻസിന് റിപ്ലൈ കൊടുക്കാനും കമൻസ് ലൈക്ക് ചെയ്യാനും ഒക്കെ ഈ ഭാഗത്തുനിന്ന് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ വീഡിയോസ് എന്നുള്ളിടത്ത് പോയിട്ട് വ്യൂ മോർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. നമ്മൾ വീഡിയോസിന് കിട്ടിയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എസ്റ്റിമേറ്റഡ് റവന്യൂ, സബ്സ്ക്രൈബർ എത്ര കൂടി, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓവർവ്യൂവിലുള്ളതാണ് ടോപ്പ് വീഡിയോസ്. നമ്മളിട്ട വീഡിയോയിൽ ഏറ്റവും ട്രെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പ്ലേ ലിസ്റ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മളുടെ വീഡിയോ എത്രത്തോളം റീച്ചായി, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഏതാണ് കൂടുതൽ ടോപ്പായി നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവിടെയുള്ള ഷെയർ ബട്ടൺ നോക്കിയാൽ നമുക്ക് ഈ വീഡിയോയുടെ
ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ അതിൻ്റെ അടുത്തുള്ള യൂട്യൂബ് ബട്ടൺ നിൽക്കിയാൽ നേരിട്ട് നമ്മളുടെ ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. തമ്പനെയിൽ ഇത് നമ്മൾ ആ ബേസിക് ഇൻഫോയിൽ നിൽക്കിയിട്ട് ആ എഡിറ്റ് എന്നുള്ള അടുത്ത് നിൽക്കിയിട്ട് ഇതാ ഓൾറെഡി 3 തമ്പനെയിൽ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. അത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗാലറിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തമ്പനെയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചാൽ ആ തമ്പനെയിൽ ഇവിടെ സെറ്റാവും. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. YT സ്റ്റുഡിയോ വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. ടാഗ് കൊടുക്കാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തംബ്നെയിൽ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് YT സ്റ്റുഡിയോ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. നമുക്ക് ഇതിൽ നോക്കിയാൽ എല്ലാ വ്യൂസ് കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി, റിപ്ലൈ തരും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.